നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, സയഅതി സമാനുൻ അലാ ഉമ്മത്തി, എന്റെ ഉമ്മത്തിന്റെ മേൽ ഒരു കാലഘട്ടം വരും, യഫിറൂന മിനൽ ഉലമാഇ വൽ ഫുഖഹാഇ, ഉലമാക്കളെ സമീപിക്കാത്ത ദീനിയായ ചർച്ചകൾ ചെയ്യുന്നതിന് വേണ്ടി, വിശാലമായിരിക്കുന്ന ചർച്ചകൾ പങ്കെടുക്കുന്നതിന് വേണ്ടി അവരെ ഒന്നും സമീപിക്കാതെ അവരിൽ നിന്നും ഓടി ഒളിക്കുന്ന ഒരു കാലഘട്ടം വരും. വൈദാ കാന കദാലിക, ഇപ്രകാരം ഒരു കാലഘട്ടം വന്നു കഴിഞ്ഞാൽ ഇബ്തലാഹുമുല്ലാഹു ബിസലാസതി ബലിയ, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്റെ സമുദായത്തെ 3 തരത്തിലുള്ള പരീക്ഷണങ്ങൾ കൊണ്ട്, 3 തരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ട് ശിക്ഷിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ കൃത്യമായിട്ട് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. എന്താണ്? ഒന്നാമതായിട്ട് അൽ അവ്വലു യർഫഉല്ലാഹുൽ ബറകത മിൻ അംവാലിഹിം, ഒന്നാമതായിട്ട് കൊടുക്കുന്ന പരീക്ഷണം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്പത്തിൽ നിന്നും ബറക്കത്തിനെ നീക്കിക്കളയും. മറ്റൊരു ഹദീസിൽ കാണാം, യർഫഉല്ലാഹുൽ ബറകത മിൻ കസ്ബിഹിം, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ തൊഴിലുകളിൽ നിന്നും ബറക്കത്തിനെ ഊരിക്കളയും. അതുപോലെ തന്നെ അവരുടെ ഭക്ഷണത്തിൽ നിന്നും ബറക്കത്തിനെ ഊരിക്കളയും. ഇങ്ങനെയൊക്കെ വ്യത്യസ്തങ്ങളായിരിക്കുന്ന രീതിയിൽ റിവായത്ത് ചെയ്യപ്പെടുന്നുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്ന് എത്രയോ വലിയ രോഗങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നവരാണ് നമ്മൾ. ഭക്ഷണം കഴിക്കാത്തതിന്റെ പേരിലല്ല, മറിച്ച് ഭക്ഷണം കഴിക്കുന്നതിലൂടെ തന്നെ, ഭക്ഷണം കഴിക്കുന്നതിലൂടെയാണ് നമ്മൾ ഇന്ന് ഹോസ്പിറ്റലുകളിലേക്ക് പോകേണ്ടി വരുന്നത്. ഭക്ഷണം കഴിക്കാത്തതിന്റെ പേരിലല്ല, പട്ടിണി കിടക്കുന്നതിന്റെ പേരിലല്ല ഇന്ന് നമ്മൾ ഓരോരുത്തരും ഹോസ്പിറ്റലുകളിൽ കയറി ഇറങ്ങേണ്ടി വരുന്നത്, മറിച്ച് നാം കഴിക്കുന്ന ഭക്ഷണത്തിന്റെ പേരിൽ ഇന്ന് ഹോസ്പിറ്റലുകളിൽ കയറി ഇറങ്ങേണ്ടി വരുന്നവരാണ് ഞാനും നിങ്ങളും. അങ്ങനല്ലേ? ഒന്ന് ചിന്തിക്കും. പ്രഷർ, ഷുഗർ, കൊളസ്ട്രോള്, ഇതൊക്കെ സാധാരണ രീതിയിലുള്ള കാര്യങ്ങൾ. അതിനേക്കാൾ ഭീകരമായിരിക്കുന്ന എത്രയോ മാരക രോഗങ്ങളുമായി ബന്ധപ്പെട്ടാണ് പ്രിയമുള്ളവരെ ഭക്ഷണം കഴിക്കുന്നതിന്റെ പേരിലാണ് കിഡ്നി സംബന്ധമായ രോഗങ്ങൾ ഉണ്ടാകുന്നത്. ഭക്ഷണം കഴിക്കുന്നതിന്റെ പേരിലാണ് ഹാർട്ട് സംബന്ധമായ രോഗങ്ങൾ ഉണ്ടാകുന്നത്. ഭക്ഷണം കഴിക്കുന്നതിന്റെ പേരിലാണ് ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾ ഉണ്ടാകുന്നത്. നമുക്ക് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഏതെല്ലാം രോഗങ്ങളുണ്ടോ ആ രോഗങ്ങളെല്ലാം നമ്മെ പിടികൂടുന്നത് ഭക്ഷണത്തിലൂടെയാണ്, ഭക്ഷണം കഴിക്കുന്നതിന്റെ പേരിലാണ്. പാവപ്പെട്ടവൻ അല്ലെങ്കിൽ പട്ടിണി കിടക്കുന്നവൻ, ദാരിദ്ര്യം അനുഭവിക്കുന്നവൻ ചപ്പുചവറുകളിൽ നിന്നും, കൂനകളിൽ നിന്നും, വേസ്റ്റ് ചണ്ടികളിൽ നിന്നും ഭക്ഷണം കഴിക്കുന്ന എത്രയോ പേരുണ്ട്. അവർക്കൊന്നും ഒരു തരത്തിലുള്ള മാരക രോഗങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല, മറിച്ച് നല്ല വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവർ, വില കൂടിയ വസ്ത്രം ധരിക്കുന്നവർ, 3 നേരത്തിന് 4 നേരവും മൃഷ്ടാന്നം ഭുജിക്കുന്ന നമ്മെ പോലെയുള്ളവർ നമുക്കൊക്കെ ഹോസ്പിറ്റലുകളിൽ കയറി ഇറങ്ങേണ്ടി വരികയാണ്. എവിടെ പോവുകയാണ്? ഒന്ന് ഷുഗർ ടെസ്റ്റ് ചെയ്യാൻ പോവുക. എവിടെ പോന്നു? ഒന്ന് പ്രഷർ ടെസ്റ്റ് ചെയ്യാൻ പോന്നു. എവിടെ പോന്നു? ചെക്കപ്പിന് പോകേണ്ട സമയമാ. എന്ത് പറ്റിയതാണ്? നല്ല ആരോഗ്യമുണ്ടായിരുന്ന മനുഷ്യന് പെട്ടെന്നൊന്ന് കുഴഞ്ഞു വീണുപോയി. പെട്ടെന്നൊന്ന് കുഴഞ്ഞു വീണു. ഹോസ്പിറ്റലിൽ കൊണ്ടു ചെന്നപ്പോ പറഞ്ഞു ബ്ലോക്ക് ആണെന്ന്. ഇതല്ലേ നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്? ഇതല്ലേ പ്രിയമുള്ളവരെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്? ഭക്ഷണത്തിന്റെ പേരിലാണ് നമുക്ക് രോഗങ്ങൾ ബാധിക്കുന്നത് എങ്കിൽ അള്ളാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, യർഫഉല്ലാഹുൽ ബറകത ഫീ റിസ്ഖിഹിം, യർഫഉല്ലാഹുൽ ബറകത ഫീ അംവാലിഹിം, യർഫഉല്ലാഹുൽ ബറകത ഫീ കസ്ബിഹിം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ തൊഴിലുകളിൽ നിന്ന്, നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന്, നമ്മുടെ സമ്പത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ബറക്കത്തിനെ ഇല്ലാതാക്കി. എന്തിന്റെ പേരിൽ? യഫിറൂന മിനൽ ഉലമാഇ വൽ ഫുഖഹാഇ. അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രണ്ടാമതായിട്ട് അള്ളാഹുവിന്റെ ഹബീബ് പറയുകയാണ്, സല്ലല്ലാഹു അലൈഹി അമീറൻ ജായിറ, അക്രമകാരിയായ ഭരണാധികാരികളെ ഈ സമുദായത്തിന്റെ മേൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അടിച്ചേൽപ്പിക്കും. അക്രമകാരികളായ ഭരണാധികാരികളെ അതിന് വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ. നാം അനുഭവിച്ചു കൊണ്ടിരിക്കുകയല്ലേ പ്രിയമുള്ളവരെ? ഒരു സമൂഹത്തെ നശിപ്പിക്കുന്നതിന് വേണ്ടി, ഒരു സമൂഹത്തെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഈ സമൂഹത്തെ എങ്ങനെയും ഇല്ലായ്മ ചെയ്യണം, അതിന് വേണ്ടിയിട്ട് ഭരണകൂട ഭീകരതയുടെ മറവിൽ ഇറങ്ങിത്തിരിക്കുമ്പോൾ അള്ളാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 14 മുമ്പ് ഈ ഒരു കാലഘട്ടത്തെ മുന്നിൽ കണ്ടുകൊണ്ട് കാലഘട്ടത്തിന്റെ
മറ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിൽ നീക്കി കൊടുത്തപ്പോ നാം അധിവസിക്കുന്ന ഈ കാലഘട്ടം അല്ലാഹുവിന്റെ റസൂൽ നേരിട്ട് കണ്ടിട്ട് പറയുകയാണ്, സല്ലല്ലാഹു അലൈഹി അമീറൻ ജായിറ, എന്റെ സമുദായത്തിന്റെ മേൽ അക്രമകാരികളായ ഭരണാധികാരികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അടിച്ചേൽപ്പിക്കുമെന്ന്. പ്രിയമുള്ളവരെ, ചിന്തിക്കാൻ മനസ്സിലാക്കി അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മൂന്നാമതായിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, യഖ്റുജൂന മിനദ് ദുനിയാ ബിലാ ഈമാൻ, ഈ ദുനിയാവിൽ നിന്നും അവർക്ക് ഈമാനില്ലാതെ ചത്തുപോകേണ്ടി വരുന്ന ഒരു അവസ്ഥയുണ്ടാകും. പ്രിയമുള്ളവരെ, ആത്മഹത്യകൾ പെരുകിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണെന്ന്, ആത്മഹത്യകൾ പെരുകിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണെന്ന് അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പണ്ഡിതന്മാർക്ക് കൊടുക്കേണ്ടുന്ന വിലയും നിലയും കൊടുത്തുകൊണ്ട് ആ തരത്തിൽ അവരോട് സമീപിച്ച് അവരോട് ആലോചിച്ച് നടത്തേണ്ടുന്ന കാര്യങ്ങൾ ആ തരത്തിൽ നടത്തിക്കൊണ്ട് നമ്മുടെ മക്കളെ ദീനിയായ ഉലൂമിന്റെ പാതയിലേക്ക്, പരിശുദ്ധമായ ഖുർആനിന്റെ പാതയിലേക്ക്, അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുചര്യകൾ